നിങ്ങൾ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അറിഞ്ഞാ കൊള്ളാം. പോലീസിനെ വിട്ട് അപമാനിച്ച പോരാഞ്ഞ് പിന്നെ എന്തിനാ ഞങ്ങളെ ദ്രോഹിക്കുന്നേ? മേരി പ്ലീസ്, ഞാൻ സംസാരിച്ചോളാം ഇവരോട്. നിങ്ങളുടെ മകന്റെ യാതൊരു വിവരവും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ ഒരേ ഒരു മോള ആനി. അവൾ എവിടെയുണ്ടെന്ന് പോലും ഒരറിവുമില്ല. ഫോണിൽ വിളിച്ചിട്ട് അവളത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. എടോ ചെറിയാൻ വർഗീസേ, തന്റെ നാടകവും നിന്റെ അടുത്ത് വിലപ്പോകത്തില്ല. കളിയാക്കുവാന്നോ നിങ്ങള്? പള്ളി മുതലേ കുരുത്ത് നല്ല എ ക്ലാസ് കുടുംബമാണ് ഞങ്ങളുടേത്. 150 ഏക്കർ റബ്ബറും ചെറുക്കനെയും കൂടെ ഓസിന് അടിച്ചെടുക്കാനാ പ്ലാനെങ്കിൽ അത് നടക്കത്തില്ല. ഈ കുഞ്ഞുട്ടി അതിന് സമ്മതിക്കുകയല്ല. ഞാനൊരു അച്ഛനാണെന്ന് താങ്കൾ മറക്കരുത് സഹോദര. ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ പണവും 150 ഏക്കറും ഒന്നും. എന്റെ മോക്ക് ജീവിക്കാനുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 10-40 വർഷത്തെ അധ്വാനം കൊണ്ട്. അത് തന്നെ അവൾക്ക് അധികമാണ്. പണം മാത്രം പോരടോ, പാരമ്പര്യം വേണം. പാരമ്പര്യം. ഈ കുടുംബമഹിമ തറവാടിത്തം എന്നൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ മാർക്കം കൂടിയവർക്ക് എങ്ങനെ അറിയാനാ? മിസ്റ്റർ കുഞ്ഞുട്ടി, ഇത് എന്റെ വീടാ. ഈ പടിക്കൽ വന്നതെന്ന് ഇങ്ങനെ അനാവശ്യം സംസാരിക്കരുത്. ഞാനൊന്ന് ഉച്ചത്തിൽ വിളിച്ചാലും വരും നാട്ടുകാര് കുറച്ചുപേരൊക്കെ. എന്താ ചെയ്യാനുള്ളത് വെച്ചാൽ നിങ്ങളങ്ങ് ചെയ്തോ. അതിന്റെ വരുംവരായികളൊക്കെ ഞങ്ങൾ സഹിച്ചോളാം. വരേടാ. അതെ, ഞങ്ങളുടെ ചെറുക്കൻ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും കണ്ടുപിടിക്കും ഞങ്ങള്. അതിന്റെ വില എല്ലാരും കൂടെ അനുഭവിക്കേണ്ടി വരും.